ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോമ്പ് 13 വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാനിതാ ചുടുവെള്ളം വെച്ചിട്ട് അത്താഴത്തിന് തുടങ്ങുകയാണ്. അപ്പോൾ അത്താഴത്തിന് ആദ്യം തന്നെ ചുടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ ഞാൻ ചിയ സീഡ് വാട്ടർ കുടിക്കലിപ്പോൾ കുറച്ചായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒന്നുമല്ല, അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട് ഫുള്ളായിട്ട് മാറിയതിന് ശേഷം തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ആപ്പിളാണ് കഴിക്കുന്നത്. എപ്പോഴും ഞാൻ അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഓട്സ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ തനിമോള് എൻ്റെ കൂടെ തന്നെ എണീക്കുന്നത് കൊണ്ട് അവൾക്കും വയ്യാത്തത് കൊണ്ടും എനിക്ക് കറക്റ്റായിട്ടും ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആപ്പിളൊക്കെ വെച്ചിട്ട് നോമ്പ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇതാ നോമ്പൊക്കെ എടുത്തു. ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. ചോറിനുള്ള അരി അടുപ്പത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉള്ള ചോറ് ഉണ്ടാക്കണം. അപ്പോൾ റൈമോൾക്ക് എക്സാമാണ്. റൈമോൾ ഉച്ചയ്ക്ക് അവൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ചോറും കറിയും ആക്കി വെക്കണം. അപ്പോൾ അതിനുള്ള പടവലങ്ങി ഒന്ന് നേരാക്കി എടുക്കുകയാണ്. അപ്പോൾ പടവലങ്ങിയും പരിപ്പൂട്ടിട്ട് കറി വയ്ക്കാം. അതുപോലെ ചോറ് അടുപ്പത്ത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറും ആകും എന്ന് കരുതി. പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഉണ്ട്. ഇപ്പോൾ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ചിലവാകുന്നേ ഇല്ല കേട്ടോ. ഒരു 1/2 കിലോ മീൻ വാങ്ങിയാൽ പോലും ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീൻ നാശമായി പോകലാണ് ഇപ്പോൾ പതിവ്. അങ്ങനെ ഇതാ ഞാൻ പടവലങ്ങയൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ പടവലങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കറിയൊക്കെ. പിന്നെ നമുക്ക് വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്യാതിരുന്നാലും നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുണ്ടാവും. കാരണം കുട്ടികളുള്ളവിടുത്തെ പണികൾ ഒരുങ്ങുന്ന സമയമില്ല. പിന്നെ ഒരു ഭാഗത്തൊന്ന് കിടക്കുക എന്ന് വെച്ചാൽ അതിനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടേ ഒന്ന് കിടക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ കിടക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നാലെ വരും. അതാണ് അവസ്ഥ. നമുക്കൊന്നും ഒരു നേരം കിടക്കാനുള്ള ഒരു സമാധാനം ഉണ്ടാവാറില്ല. പിന്നെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് ഒന്ന് ഉറങ്ങാനായിട്ട് പറ്റുക. എന്നാൽ അതും പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. അങ്ങനെ ഉച്ചക്കൽക്കുള്ളതൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരത്തിനാണ്. അപ്പോൾ ഞാൻ പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനൊരു കറിയാക്കി എടുക്കണം. അപ്പോൾ മുട്ടക്കറി ആക്കി എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ മുട്ടക്കറിക്കുള്ള ഒരു 4 മുട്ട ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പുഴുങ്ങാനായിട്ട്. അപ്പോൾ ആവുന്ന സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ആക്കിയെടുക്കാനുണ്ട്. അതിലേക്കുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ ഇതാ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ തോലൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലാന്ന്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഞാനിതാ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇതിലോട്ട് മുറിച്ച് ഇടുകയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കഴിയുമ്പോൾ ഉമ്മാനോട് പറയലുണ്ട്, ഉമ്മ ഇതൊന്ന് ആക്കി വെക്കുകയെന്ന്. അപ്പോൾ ഉമ്മാക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെക്കലാണ് പതിവ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മിക്സി ഓണാക്കിയത് മിക്സി ഒരൊറ്റ തെറിക്കലായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ആ പൾസ് ആക്കുന്ന ബട്ടണില്ലേ, അത് റൈമോളോ തനിമോളോ ആരാന്നറിയില്ല, തനിമോളായിരിക്കും മിക്കവാറും ചെയ്യൽ. അത് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് അത് തെറിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഓഫാക്കണോ ഓണാക്കണോ ഞാൻ മൊത്തത്തിലിട്ട് തിരിക്കുകയായിരുന്നു കേട്ടോ. അതിലുള്ള ഫുൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ പുറത്തേക്ക് തെറിച്ചു. അങ്ങനെ ഞാനിതാ ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പുറത്ത് പോയതൊക്കെ ഒന്ന് അതിലോട്ട് പെറുക്കിയിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലെങ്കിലോ വെയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് പണി തന്നു എന്ന് വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു സമയങ്ങളിൽ അവർക്ക് പണി തരാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ ഇതാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ ഉള്ളിയും അതുപോലെ തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീയൊന്ന് കത്തിച്ചിട്ട് ഇനി പെട്ടെന്ന് തന്നെ കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും പത്തിരിക്കൊക്കെ ആകുമ്പോൾ തേങ്ങ അരച്ചിട്ട് തന്നെ വേണം കറി റെഡിയാക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരിക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് അത്യാവശ്യം കറി വേണം. അപ്പോൾ ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ തേങ്ങ അരക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ വാട്ടിയെടുത്തു. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടി റെഡിയാക്കി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തനിമോളും അതുപോലെ റയമോളുടെ ഫ്രണ്ട് ഷാലു, റയമോള് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിരുന്ന് പഠിക്കുകയാണ് കേട്ടോ, റയമോളും ഷാലുമോളും. അപ്പോൾ അവർ അവിടെ രണ്ടുപേരിരുന്ന് കളിക്കുന്നുണ്ട്, രണ്ടുപേരിരുന്ന് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് സംശയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുട്ടയുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട, അതുകൂടി ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരപ്പ് റെഡിയാക്കി ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട താമസം കൂടിയുള്ളൂ. അങ്ങനെ മുട്ടയൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ മുട്ടക്കറി കഴിക്കില്ല കേട്ടോ. ഉമ്മ പത്തിരിക്ക് മുട്ടയാണെങ്കിലും ശരി ഇറച്ചിക്കറി ആണെങ്കിലും ശരി ഒന്നും തന്നെ കഴിക്കാറില്ല. ഉമ്മ എന്താണ് പച്ചക്കറി ഉള്ളത് അത് കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ മീൻ കറി ഉണ്ടെങ്കിൽ അത് കൂട്ടും. അതാണ് ഉമ്മ കഴിക്കാറ്. പത്തിരിയൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. മുട്ട ഇറച്ചി അങ്ങനെയുള്ള ഒന്നും തന്നെ കഴിക്കില്ല, പാല് അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ഇതാ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ വെള്ളം കലക്കണം, ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നാരങ്ങ വെള്ളം കലക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നാരങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ട് ഇനി നാരങ്ങ വെള്ളം ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം കലക്കുന്ന സമയത്ത് ഒരുപാട് കലക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ദാഹം മാറുന്നത് വരെ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് എനിക്കൊരു വലിയൊരു ജഗ് നിറച്ച് ഞാനും കലക്കലുണ്ട്. ഉമ്മാക്ക് ഈ ഒരു കുടുക്കയിൽ ഒരു മുക്കാൽ കുടുക്കയോളം ഞാൻ ഉമ്മാക്കും കലക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഈ കുടുക്കയിൽ ഞാൻ ഉമ്മാക്കാണ് കലക്കി വെക്കുന്നത് എങ്കിലും ഉമ്മ കുറച്ച് കുടിച്ച് മാറ്റി വെക്കുമ്പോഴേക്കും തനിമോളും റയമോളും കേട്ടോ അത് കാലിയാക്കൽ മിക്ക സമയത്തും. പിന്നെ എൻ്റെ വെള്ളം അധികം കുടിക്കാനായിട്ട് അവർ വരില്ല, കാരണം ഉപ്പായതുകൊണ്ട് ഒരുപാടൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. ഉമ്മാൻ്റെ ആകുമ്പോൾ നല്ല മധുരം ഇട്ടിട്ടാണല്ലോ കലക്കി വയ്ക്കുന്നത്, അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളും. അങ്ങനെ വെള്ളമൊക്കെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചു. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്കുള്ള പഞ്ചസാര കുറച്ച് കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉപ്പ് ഞാൻ ഇതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ കലക്കി ഇനിയിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനാണ് കേട്ടോ എടുക്കുന്നത്. വേറെ ഒരു ഫ്രൂട്ട്സും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വെയ്യാത്തത് കൊണ്ട് തനിമോൾക്കും എനിക്കും ഒന്നും വെയ്യാത്തത് കൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലും വേണ്ടതെന്ന് കരുതിയിട്ടാണ് ഈ തണ്ണിമത്തൻ എടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മക്ക് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഉമ്മ എടുത്ത് കഴിച്ചോളും. അതായത് ഫ്രിഡ്ജിൽ മുന്തിരി ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ട്. ഞാനതൊന്നും എടുക്കുന്നില്ല, കാരണം തനിമോൾ നടന്ന് കഴിക്കും. തണുപ്പായതുകൊണ്ട് അവളുടെ ചുമയും ജലദോഷമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാനതൊന്നും എടുക്കാത്തത്. അങ്ങനെ ഇതാ ഒരു പീസ് തണ്ണിമത്തൻ മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തണ്ണിമത്തൻ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തോലൊക്കെ മാറ്റി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ തനിമോൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവളുടെ ചുമ കേൾക്കുന്നത്. അവൾ നന്നായി ചുമയ്ക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനായിട്ടിരുന്നു. അപ്പോൾ എനിക്കുള്ള നാരങ്ങ വെള്ളവും കൂടെ തന്നെ
തണ്ണിമത്തനും വെച്ചിട്ടാണ് ഞാൻ കഴിക്കാനായിട്ടിരുന്നത്. പിന്നെ എന്തായാലും ഞാൻ കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ തനിമോളും റേമോള് ഒപ്പം തന്നെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തണ്ണിമത്തൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ നോമ്പ് തുറന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് തനിമോളും വന്നു, റേമോളും വന്നു. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഇരുന്നിട്ട് തണ്ണിമത്തൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തനിമോൾ അധികം കഴിച്ചില്ല, അതന്നെ വലിയ സമാധാനം. എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, അവൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോയിട്ട് തണ്ണിമത്തൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിക്കാതെ ഇരിക്കുന്നത്. പിന്നെ അവൾ വെള്ളം ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ, തണുപ്പുള്ളത് കൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞൊരു 8 മണി 8:30 ആയ സമയത്ത് മുജുക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചൊന്ന് വെക്കണം, അത്താഴത്തിന് വേണം. ഇനി രാത്രി ആരെങ്കിലും ചോറ് കഴിക്കുകയാണ് എങ്കിൽ അവർക്കും ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് മസാല തേച്ച് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ ഇതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മസാല തേച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഇതാ തനിമോൾക്കുള്ള പത്തിരി പാത്രത്തിലിട്ടിട്ട് താഴെ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കാനായിട്ട് ഇരുന്നിരിക്കുകയാണ്. ഞാനും മുജിക്കയും അതുപോലെ റൈമോളും ഞങ്ങൾ 3 പേരും കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.